റെഡിയാണല്ലോ, എല്ലാ കൃഷികളും റെഡിയാണ്. പ്രായം നോക്കണം, നമ്മൾ മനസ്സാണ് നോക്കേണ്ടത്. മനസ്സ് റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കൃഷിയും നല്ല അതിമനോഹരമായിട്ട് കൊണ്ടുപോകുക. നിങ്ങൾ കൗന്തൈ വലുതാക്കി എടുക്കുക. ഇത് കാസർഗോഡൻ കൗന്തൈ, ഇത് കണ്ടെങ്കിൽ ഇതാ, ഇത് കാസർഗോഡൻ കൗന്തയ്യ വലിയ, ഇത് നമുക്ക് വലിയതായിട്ട് നമുക്ക് കൃഷി ചെയ്യാം. ഇതിപ്പം 2.5-3 കൊല്ലം കൊണ്ട് കായ് വന്നു. അപ്പം നമ്മൾ കൗന്തൈ വലുതാക്കി എടുക്കുക, എന്നിട്ട് കൃഷി ചെയ്യുക. നിങ്ങൾ കൃഷി ചെയ്യാൻ റെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുടക്കവും പറ്റില്ല, നല്ല വരുമാനവും കിട്ടും, മനസ്സ് നല്ല കണ്ടീഷനായി, ശരീരവും മനസ്സും നിങ്ങൾ എടുത്തിട്ടുണ്ടോ എങ്കിലും നമുക്ക് കൃഷി അതിമനോഹരമാറ്റും, അതിഗംഭീരമാറ്റും സന്തോഷപരമായും നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ വരി. നമുക്ക് പല കൃഷികൾ തന്നെ നമ്മൾ കുറുവൻ തയ്യും വെക്കുക, കുറ്റിയാടിത്തെങ്ങും തയ്യും വെക്കുക, അതുപോലെ ഒരു ചോന തെങ്ങും തയ്യായിട്ട് ഇതുണ്ടെങ്കിൽ ഇത് നമ്മൾ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുക, ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെയെല്ലാം ആയിക്കൊടുത്താൽ ഇതിൻ്റെ കൂമ്പിലുകളിൽ പല സംഗതികളും ഉണ്ടാകും. ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് പ്രാണി ഇതപ്പം തന്നെ കണ്ടെങ്കിൽ ഇതിൻ്റെ തിരളിങ്ങനെ വന്നത് ഇതാ കാണിച്ചു വെക്കണ്ട. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ ഇത് നല്ല വളർച്ച കിട്ടും. 3 കൊല്ലം കൊണ്ട് ചോന തെങ്ങുണ്ടായി വലിയ കിടന്നൊരു ചോന്നത്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുക. നമുക്ക് ശരീരത്തിനാണ് പ്രായം ഉണ്ടാകുന്നത്, മനസ്സിനൊരിക്കലും നമുക്ക് പ്രായം ഉണ്ടാറ് സന്തോഷമായിരിക്കണം. ശരീരമാണ് നമ്മൾ പ്രായം കൊണ്ട് ആവശ്യമാണ്. മനസ്സ് കൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, തളരുവാൻ പാടില്ല. അത് മനസ്സുകൊണ്ട് ഒരിക്കലും നമ്മൾ തളരരുത്. നല്ല മുന്നേറ്റങ്ങൾ നടത്തുക. കൃഷികൾ എല്ലാവരും പ്രായമില്ലയോ ഇല്ലാതെയോ എല്ലാം നമ്മൾ കൈവെക്കണം. നമ്മൾ തലമുറകൾക്ക് എന്തും നമ്മൾ തലമുറയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും മടിച്ചു നിൽക്കാതെ തൈകൾ വെക്കേണ്ടടുത്ത് തൈ വെക്കുക. പന്നി വരുന്നതിനുള്ള പല വിദ്യകളുണ്ട്. നമുക്ക് സീമക്കൊഞ്ഞ മുറിച്ചിട്ട് 4 പുറയും ചുറ്റാക്കി വെച്ചിട്ട് പിന്നെ നെറ്റുകൾ കെട്ടിക്കൊടുക്കുക, അതുപോലെ ചൂടി കെട്ടിക്കൊടുക്കുക. 3-4 എല്ലാ കൃഷികളും ഞങ്ങളൊക്കെ കൃഷിയിടത്തിൽ എന്തൊരു സൗഹാർദ്ദത്തിലായ ഇവരുള്ളത്. ഇതാ കരിവമ്പ്, ഇനി അതാ കരിവമ്പ്, ഈ എത്തിരി അടുത്ത് നിന്നിട്ടും കരിവമ്പും തയ്യും കൂടി ഒന്നും പറയുന്നില്ല പോലെ നല്ല സൗഹാർദ്ദത്തിലാണ് എല്ലാ കൃഷികളും. അപ്പോൾ കൃഷി നമുക്ക് ഒരു കൃഷിപ്പറമ്പുണ്ടെങ്കിൽ അതിലെല്ലാവരും നല്ല സൗഹാർദ്ദപരമായിട്ടാണ് നീങ്ങുന്നത്. അതുപോലെയാണ് നമ്മൾ മലയാളികളും പ്രത്യേകിച്ച് ഇന്ത്യക്കാർ കേരളക്കാർ കേരളത്തിൽ നല്ല സൗഹാർദ്ദമായിട്ട്, വയനാട്ടിൽ നിങ്ങൾ കാണുന്നില്ല, നല്ല സൗഹാർദ്ദമായിട്ട് എല്ലാവരും നല്ല സഹായങ്ങളും എല്ലാവരും ഇഞ്ചോ നല്ല കൈപിടിച്ച് നല്ല കണ്ടീഷനായിട്ട് എല്ലാ ജാതി മതമില്ല, വ്യത്യാസമില്ല. അത് ക്രിസ്ത്യാനിയാളും മുസ്ലിംമാരും ഹിന്ദുവാരും എല്ലാവരും നല്ലോണം മുന്നിട്ടിറങ്ങിയിട്ട് എല്ലാ അതുപോലെ തന്നെയാണ് കൃഷിയിടവും. എല്ലാവരും ഒരുപോലെയാണ് കൃഷിയിടത്തിലും എല്ലാം. അപ്പോൾ നിങ്ങൾ നല്ലോണം കൃഷി ചെയ്യുക. തന്നെ നമുക്ക് കുറ്റിക്കുരുമുളകും വള്ളീൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ പാടുന്നത് ഇത് കണ്ടെങ്കിൽ ഇത് കുറ്റിക്കുരുമുളകിന് പറ്റിയ ഇങ്ങനത്തെ പൊടുപ്പ് വെക്കുള്ളതാ, കണ്ണിത്തല പൊട്ടുന്ന ഇങ്ങനത്തെ പൊടുപ്പുള്ളതിന് നമുക്ക് കുറ്റിക്കുരുമുളക് ആക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതാ ഇതും കുറ്റിക്കുരുമുളക് ആക്കിയെടുക്കാം. ഇതിന് മാണ്ടി വെച്ചാൽ ഇങ്ങനത്തെ സഞ്ചി ഉണ്ടല്ലോ, ഇങ്ങനത്തെ സഞ്ചി നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പേക്ക് ഇതാ ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇതാ ഇതില്ലേ ഇതാ ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ദേശം ജൈവ വളവും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ കുറച്ച് മണ്ണും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം ഇത് കവറിൽ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു കല്ലിങ്ങനെ വെക്കുക. അതുപോലെ തന്നെ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, വേര് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. വേര് കണ്ടിക്കുക. ഈ വേരിന് നമ്മൾ അപ്പോൾ നിങ്ങൾ നല്ല കൃഷിയിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കൃഷി സ്ഥലമുണ്ട്, നല്ലോണം എല്ലാവിധ കൃഷികളും നിങ്ങൾക്ക് ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേക്കെടുത്തിട്ട് പൊട്ടിച്ചതിൻ്റെ ശേഷം ആടെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ വള്ളി ഉണ്ടെങ്കിൽ പന്നി ഓരോന്നും കരിമുണ്ട, പ്രത്യേകിച്ച് കരിമുണ്ട നമ്മൾ നല്ലോണം കായ് ഫലം കിട്ടും. ഒത്ത വേല കരിമുണ്ടൊക്കെ മാണ്ടും. അപ്പോൾ കരിമുണ്ട നമ്മൾ കൃഷി ചെയ്യുക, നല്ലോണം വരുമാനം കണ്ടോ. എല്ലാവരും നല്ല സൗഹാർദ്ദപരമായി ഐശ്വര്യപരമായി സന്തോഷപരമായി നല്ലോണം ജീവിതം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് ഇനിയത്തെ കാലം അങ്ങനെയാണ്, എല്ലാം കൊണ്ടുപോയി എല്ലാം സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോയാലാണ് നമുക്ക് എല്ലാ മേഖലകളിലും നല്ല വിജയ ശതമാനം കണ്ടെത്തുവാനാവും. ഓക്കെ.